തുടങ്ങാം. എടാ അപ്പൊ നമ്മള് ഏതൊക്കെയാണ്? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവും അമേരിക്കൻ റവല്യൂഷനും പഠിച്ചു. ഇനി അടുത്ത് പഠിക്കാനുള്ള ഏതാണ്? ഫ്രഞ്ച് വിപ്ലവമാണ് കേട്ടോ. അപ്പോൾ ഇച്ചിരി എന്താണ് കുറച്ചധികം എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതും കുറച്ച് ഇച്ചിരി കൂടുതലുള്ളതായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നോക്കാം. ഈ ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന നൂറ്റാണ്ട് ഏതാണ്? 18-ാം നൂറ്റാണ്ട്. 18-ാം നൂറ്റാണ്ടിലാണ് ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത്. എന്നാണ് ഫ്രഞ്ച് വിപ്ലവം നടന്നതെന്ന് ചോദിച്ചാൽ 1789 ജൂലൈ 14. അപ്പൊ ഈ 1, 7, 8, 9 അങ്ങനെ പഠിച്ചാൽ മതി, എല്ലാവർക്കും അറിയാന്നുള്ളതായിരിക്കും. 1789 ജൂലൈ 14. ഈ ജൂലൈ 14ന്റെ പ്രത്യേകത എന്താണ്? ഫ്രാൻസിന്റെ ദേശീയ ദിനമാണ്. ഫ്രാൻസിന്റെ ദേശീയ ദിനമാണ് ജൂലൈ 14. ഇനി വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഫ്രഞ്ച് വിപ്ലവത്തിനെയാണ് വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത്. ഫ്രാൻസിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? ഇമ്മാനുവൽ മാക്രോൺ. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ റിപ്പബ്ലിക് ദിനത്തില് അതിഥിയായിരുന്നു ആര്? നമ്മുടെ ഇമ്മാനുവൽ മാക്രോൺ. ഇനി ഈ ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന സമയത്ത് ഫ്രഞ്ച് ഭരിച്ചിരുന്ന രാജവംശം ഏതാണ്? ബൂർബൻ രാജവംശമാണ്. ഇപ്പൊ ഇടയ്ക്കൊരു പരീക്ഷയ്ക്ക് ഈ ബൂർബൻ എവിടത്തെയാണെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ബൂർബൻ എന്നോ ബാർബൻ എന്നോ ഒക്കെ പറയും കേട്ടോ. അപ്പൊ ബൂർബൻ രാജവംശമാണ് ഈ വിപ്ലവം നടക്കുന്ന സമയത്ത് ഫ്രഞ്ച് ഭരിച്ചിരുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു 3 രാജാക്കന്മാരുണ്ട്. ആരൊക്കെയാണ്? ലൂയി 14, ലൂയി 15, ലൂയി 16. ആരൊക്കെയാണ്? ലൂയി 14, ലൂയി 15, ലൂയി 16. ഇനി ഇവരെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കാം. വേറെ ഒന്നുമില്ല, എപ്പോഴും ചോദിക്കുന്ന കാര്യങ്ങൾ. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞ ആളാണ് ആര്? ലൂയി 14. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14. ഇനി ഈ ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന സമയത്ത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? 16. വിപ്ലവം നടക്കുന്ന 16ലല്ലേ? അപ്പൊ 15 പറയുന്നുണ്ട് എനിക്ക് ശേഷം പ്രളയം. അങ്ങനെ ഓർത്താൽ മതി. എനിക്ക് ശേഷം വിപ്ലവമാണ് നടക്കാൻ പോണത്. അത് 16ാമന്റെ കാലത്താണ്. അപ്പൊ എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞ ആരാണ്? 15. അതായത് പ്രളയം എന്ന് പറഞ്ഞാൽ വിപ്ലവം എന്ന് ഓർത്താൽ മതി. അപ്പൊ 15 പറയാണ് എനിക്ക് ശേഷമാണ് പ്രളയം. അപ്പൊ ഇത് തമ്മിൽ ആരാണെന്ന് തിരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് 16ാമന്റെ കാലത്താണ് വിപ്ലവം നടക്കുന്നത്. അപ്പൊ 15 അങ്ങനെ പറയുള്ളൂ എനിക്ക് ശേഷം പ്രളയം എന്ന്. അപ്പോൾ ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15. വിപ്ലവ സമയത്ത് ലൂയി 16. ഓക്കെ അല്ലേ? ഈ ലൂയി 14 ഒരു മന്ത്രി ഉണ്ടായിരുന്നു കേട്ടോ. അയാളുടെ പേരാണ് കോൾബെർഗ്. ആരാണ്? കോൾബെർഗ്. ഈ ലൂയി 14 ഒരു മന്ത്രിയുടെ പേരാണ് കോൾബെർഗ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഈ ലൂയി 16 ഭാര്യ വിപ്ലവ സമയത്ത് ആരാണ് അവരുടെ ഭാര്യ? മാരി അന്റോണിയറ്റ്. ആരാണ്? മാരി അന്റോണിയറ്റ്. അവരെന്താണ്? നല്ല സുന്ദരിയാണ്. പക്ഷെ എന്താണ്? ശൂന്യമായ തലച്ചോറിനുടമ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. സുന്ദരിയാണ്, ശൂന്യമായ തലച്ചോറിനുടമയാണ്. പിന്നെ ഈ വിപ്ലവ സമയത്ത് ഒരു പ്രസ്താവന അവർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ? കേക്ക് കഴിച്ചുകൂടെ. നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ? കേക്ക് കഴിച്ചുകൂടെ. അങ്ങനെ പറഞ്ഞത് ആരാണ്? മേരി അന്റോണിയറ്റ് ആണ്. പിന്നെ ഡയമണ്ട് നെക്ലസ് വിവാദം ആരുമായിട്ട് ബന്ധപ്പെട്ടിട്ടെന്ന് ചോദിച്ചാൽ ആരാണ്? മേരി അന്റോണിയറ്റ് ആണ്. ഇനി ഫ്രാൻസില് 10ൽ 9 പേരും എങ്ങനെയാണ്? പട്ടിണി കിടന്ന് മരിച്ചപ്പോൾ ഒരാൾ എന്ത് ബാധിച്ചാണ്? അജീർണത, അതായത് ദഹനക്കേട് ബാധിച്ചാണ് എന്ത് ചെയ്തത്? മരിച്ചത്. അവിടെ ഫുള്ള് എന്താണ്? പട്ടിണിയും മരണമാണ്. ആ സമയത്ത് അവിടുത്തെ ഈ പ്രഭുക്കന്മാരൊക്കെ എങ്ങനെയാണ്? ആഹാരം വേസ്റ്റ് ആക്കി, അവർക്കത് വേണ്ടാതെ അവരെന്താണ്? കഴിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. 10ൽ 9 പേര് എന്താണ്? പട്ടിണി കൊണ്ട് മരിച്ചപ്പോഴത്തേക്ക് ഒരാൾ എന്ത് ചെയ്തു? അജീർണത, ദഹനക്കേട് ചെയ്താണ് എന്ത് ചെയ്തത്? മരിച്ചത്. അപ്പൊ ഇതൊക്കെ എന്തിനെ കാണിക്കുന്നുണ്ട്? ആ ഫ്രാൻസിൽ അപ്പോൾ ഉണ്ടായിരുന്ന സ്ഥിതി എന്താണെന്നാണ് പറയുന്നത്. ഇനി പുരോഹിതന്മാർ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. പ്രഭുക്കന്മാർ പൊരുതും. അതുപോലെ കർഷകർ എന്ത് ചെയ്യും? നികുതി അടയ്ക്കും. ഇതൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഫ്രഞ്ച് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്താണ്? പുരോഹിതന്മാർ പ്രാർത്ഥിക്കും, പ്രഭുക്കന്മാർ പൊരുതും, കർഷകർ എന്ത് ചെയ്യും? നികുതി അടയ്ക്കും. ഇനി മെറ്റേൺ പറഞ്ഞ എപ്പോഴും ചോദിക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം. എന്താണ്? ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം. ഇത് പറഞ്ഞതാരാണ്? മെറ്റേണിക്ക് പറഞ്ഞതാണ് ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം. ഇനി നമ്മൾ വിപ്ലവത്തിലോട്ട് പോവുകയാണെങ്കിൽ ഫ്രഞ്ച് സമൂഹത്തെ എത്രയായിട്ട് തിരിച്ചിരുന്നു? 3 തിരിച്ചിരുന്നു. എങ്ങനെയൊക്കെയാണ്? 3 എസ്റ്റേറ്റ് ആയിട്ട് ഫ്രഞ്ച് സമൂഹത്തെ തിരിച്ചിരുന്നു. അതിൽ 1ാമത്തെ എസ്റ്റേറ്റിൽ ആരാണ്? പുരോഹിതന്മാരാണ്. 2ാമത്തെ എസ്റ്റേറ്റില് പ്രഭുക്കന്മാരാണ്. 3ാമത്തെ എസ്റ്റേറ്റിൽ എങ്ങനെയാണ്? സാധാരണക്കാരുടെ ആൾക്കാരാണ്. ഇനി ഈ 3 എസ്റ്റേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1ാമത്തെ എസ്റ്റേറ്റിൽ നമ്മൾ പറഞ്ഞു ആരാണ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു? പുരോഹിതന്മാരാണ്. ഈ പുരോഹിതന്മാരാണെങ്കിൽ ധാരാളം ഭൂപ്രദേശം കൈവശം വെച്ചിരുന്ന ആൾക്കാരാണ്. ആര്? പുരോഹിതന്മാര്. ഇവരെന്ത് ചെയ്യുന്നറിയാമോ? ഇവിടെ 2 നികുതിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് തിഥേയും ഒന്ന് തൈലേയും. അപ്പൊ ആദ്യം തിഥയാണ് ഓർക്കാനുള്ളത്. ആദ്യം തിഥ. ഈ തിഥ എന്ന് പറഞ്ഞാൽ ഈ 1ാമത്തെ എസ്റ്റേറ്റുകാര് എന്ത് ചെയ്തിരുന്നു? 3ാമത്തെ എസ്റ്റേറ്റുകാരിൽ നിന്നും പിരിച്ചിരുന്ന നികുതിയാണ് ഏത്? തിഥ.
അതായത് കർഷകരിൽ നിന്നും ഇവർ എന്ത് ചെയ്തിരുന്നു? തിഥേ എന്ന് പറഞ്ഞൊരു നികുതി പിരിച്ചിരുന്നു. അപ്പോൾ ഒന്നാമത്തെ എസ്റ്റേറ്റിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തെ എസ്റ്റേറ്റിൽ പുരോഹിതന്മാരാണ് ഉണ്ടായിരുന്നത്, ധാരാളം ഭൂപ്രദേശം കൈവശം വെച്ചിരുന്നവരാണ് ഇവർ. ഈ മൂന്നാമത്തെ എസ്റ്റേറ്റിൽ നിന്ന് എന്ത് ചെയ്തിരുന്നു? തിഥേ എന്ന് പറയുന്ന ഒരു നികുതി പിരിച്ചിരുന്നു. ഇനി ഇവർ മെയിനായിട്ടും സൈനിക സേവനം നടത്തിയിരുന്നവരാണ്, സൈനിക സേവനം നടത്തിയിരുന്നു. അതുപോലെ തന്നെ എന്താണ്, വേതനം ഒന്നും കൊടുക്കാതെ എന്ത് ചെയ്തിരുന്നു? കർഷകരെ കൊണ്ട് പണി ചെയ്യിപ്പിച്ചിരുന്നു. അതായത് ഇവരായിരുന്നു അന്നത്തെ സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന തട്ടിലുണ്ടായിരുന്നവർ. അപ്പോൾ ഇവർക്ക് എല്ലാവിധ അധികാരങ്ങളും ഉണ്ടായിരുന്നു. ഇനി നമ്മൾ രണ്ടാമത്തെ എസ്റ്റേറ്റിലോട്ട് പോകുമ്പോൾ ആരായിരുന്നു? പ്രഭുക്കന്മാരാണ്. ഇവരും എല്ലാത്തരം നികുതിയിൽ നിന്നും എന്ത് ചെയ്തിരുന്നു? ഒഴിവാക്കപ്പെട്ടിരുന്നു. ഇവർക്ക് പ്രത്യേക നികുതി ഒന്നും കൊടുക്കണ്ട, എല്ലാ നികുതിയിൽ നിന്നും ഇവർ എന്ത് ചെയ്തിരുന്നു? ഒഴിവാക്കപ്പെട്ടിരുന്നു. ഇവരുടെ കയ്യിലും എന്താണ്? വിശാലമായൊരു ഭൂപ്രദേശം ഉണ്ടായിരുന്നു, വിശാലമായ ഭൂപ്രദേശം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഭരണത്തിലും സൈന്യത്തിലും ഒക്കെ എന്ത് ചെയ്തിരുന്നു? ഉയർന്ന പദവിയും ഉണ്ടായിരുന്നു. ചുരുക്കം പറഞ്ഞ ഒന്നാമത്തെ എസ്റ്റേറ്റിലെ എന്താണ് ആൾക്കാർ അവിടെ സുഖിക്കുകയായിരുന്നു. ആരായിരുന്നു അവിടുത്തെ ഏറ്റവും പ്രശ്നക്കാര്? മൂന്നാമത്തെ എസ്റ്റേറ്റുകാരായിരുന്നു അവിടെ അനുഭവിച്ചിരുന്നവര്. അതായത് അവർക്കല്ലേ മൊത്തം പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, അതാണ് പ്രശ്നക്കാരെന്ന് ഉദ്ദേശിച്ചത്. ഓക്കെ. ഇനി മൂന്നാമത്തെ എസ്റ്റേറ്റിൽ വന്ന കച്ചവടക്കാരുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്, ബാങ്കർമാരുണ്ട്, അതുപോലെ തന്നെ ടീച്ചർമാരുണ്ട്, എഴുത്തുകാരുണ്ട്, അഡ്വക്കേറ്റ് ഉണ്ട്, കർഷകരുണ്ട്. ഇങ്ങനെ ഒരു സമൂഹത്തിലുള്ള സാധാരണക്കാരായ എല്ലാ ജനങ്ങളും ഉണ്ടായിരുന്നത് ഏത് എസ്റ്റേറ്റിലാണ്? മൂന്നാമത്തെ എസ്റ്റേറ്റിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 2 നികുതി ഉണ്ടെന്ന്. അതിൽ ഒന്നാമത്തെ നികുതി ഏതായിരുന്നു? തിഥേ. അതെന്ത് ചെയ്തിരുന്നു? ഒന്നാമത്തെ എസ്റ്റേറ്റ് മൂന്നാമത്തെ എസ്റ്റേറ്റിൽ നിന്നും പിരിച്ചിരുന്നു. ഇനി ഈ മൂന്നാമത്തെ എസ്റ്റേറ്റിലുള്ളവര് തൈലെ എന്ന് പറഞ്ഞൊരു നികുതി ആർക്ക് കൊടുക്കണമായിരുന്നു? ഗവൺമെന്റിന് കൊടുക്കണമായിരുന്നു. അപ്പൊ മൊത്തത്തിലെ നികുതി മൊത്തം ആർക്കായിരുന്നു? ഈ മൂന്നാമത്തെ എസ്റ്റേറ്റാണ്. ഒന്നാമത്തെ എസ്റ്റേറ്റുകാർക്ക് തിഥേ കൊടുക്കണം, ഇനി ഗവൺമെന്റിന് എന്ത് കൊടുക്കണം? തൈലേ കൊടുക്കണം. ഇനി ഇവർക്കാണെങ്കിൽ ഈ ബാക്കിയുള്ള 2 എസ്റ്റേറ്റ് നമ്മൾ പറഞ്ഞു ഉയർന്ന പദവിയാണെന്ന്. എന്നാൽ സമൂഹത്തിൽ ഏറ്റവും താഴ്ന്ന പദവിയാണ് ആർക്ക് കിട്ടിയിരുന്നത്? മൂന്നാമത്തെ എസ്റ്റേറ്റിന് കിട്ടിയിരുന്നത്. പ്രഭുക്കന്മാരും പുരോഹിതന്മാരും ഒക്കെ എന്ത് ചെയ്തു? പുരോഹിതന്മാർക്കൊക്കെ ഇവർ എന്ത് കൊടുക്കേണ്ടി വന്നിരുന്നു? നികുതികൾ കൊടുക്കേണ്ടി വന്നിരുന്നു. ഓക്കെ അല്ലേ? ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള കുറച്ച് നികുതികൾ നോക്കാവേ, ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഗബല്ലെ എന്തിനുള്ള നികുതിയാണ്? ഉപ്പ് നികുതിയാണ്. എന്ത്? ഗബല്ലെ എന്തിനു കൊടുക്കുന്ന നികുതിയാണ്? ഉപ്പ്. ഗബല്ലെ ഉപ്പ് നികുതി. ഈ ഉപ്പ് നികുതി 1790 നിർത്തലാക്കി കേട്ടോ. അപ്പൊ ഗബല്ലെ എന്ത് നികുതിയാണ്? ഉപ്പ് നികുതിയാണ്. ഇനി പൈജാസ് റോഡുകൾക്കും പാലങ്ങൾക്കുമാണ് പൈജാസ് എന്താണ്? റോഡിനും പാലത്തിനുള്ള നികുതിയാണ്. എന്ത്? പൈജാസ്. റോഡിനും പാലത്തിനുള്ള നികുതിയാണ് പൈജാസ്. ഇനി ബെനലൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന സാധനമല്ലേ? അപ്പൊ ബെനലൈസ് റൊട്ടിക്കുള്ള നികുതിയാണ്. എന്ത്? ബെനലൈസ്. അപ്പൊ ലൈസ് കഴിക്കണതാണെന്ന് ഓർത്താൽ മതി. അപ്പൊ ബെനലൈസ് റൊട്ടിക്കുള്ള നികുതിയാണ് ബെനലൈസ്. ഇനി ബെനാവിൻ മദ്യ നികുതി. ബെനാവിൻ എന്ത് നികുതിയാണ്? മദ്യ നികുതിയാണ് ബെനാവിൻ. അപ്പൊ നികുതികൾ ഒന്ന് ഗബല്ലെ ഉപ്പ് നികുതി, പൈജാസ് റോഡിനും പാലത്തിനുള്ള നികുതി, ബെനലൈസ് ആണെങ്കിൽ റൊട്ടിക്ക് നികുതി, ബെനാവിൻ ആണെങ്കിൽ മദ്യം. കിട്ടിയോ? ഇനി നമ്മുടെ ഈ ഫ്രഞ്ച് വിപ്ലവത്തിന് സ്വാധീനിച്ചിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഒരു 3 ചിന്തകരെ നമുക്ക് പഠിക്കാറുണ്ട്. നമുക്ക് പറയുമ്പോഴേ കിട്ടും. റൂസോ, വോൾട്ടയർ, മൊണ്ടസ്ക്യൂ. നമ്മൾ എപ്പോഴും അങ്ങനെയാണ് പറയുന്നത്. റൂസോ, വോൾട്ടയർ, മൊണ്ടസ്ക്യൂ. അപ്പൊ നമുക്ക് ആദ്യം റൂസോയും തുടങ്ങാം. റൂസോ നമുക്ക് ഒത്തിരി കേട്ടിട്ടുള്ളതാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ എന്തെന്നറിയപ്പെടുന്നു? പ്രവാചകൻ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകനാണ് ആര്? റൂസോ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകനാണ് റൂസോ പറഞ്ഞൊരു മഹത്തായ ഒരു വാക്യമുണ്ട്, പ്രകൃതിയിലേക്ക് മടങ്ങുക. എന്താണ്? പ്രകൃതിയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞ ആരാണ്? റൂസോയാണ് കേട്ടോ. ഇനി റൂസോ പറഞ്ഞിട്ടുള്ള നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന തന്നെ ഒരു കോട്ടുണ്ട്. എന്താണ്? മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എന്നാൽ എല്ലായിടത്തും എന്താണ്? ചങ്ങലയിലാണ്. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എന്നാൽ എല്ലായിടത്തും ചങ്ങലയിലാണ്. അതുപോലെ തന്നെ എന്താണ്? അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, സോഷ്യൽ കോൺട്രാക്ട്. അതിനകത്ത് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഭരിക്കുന്നവനും ഭരിക്കപ്പെടുന്നവനും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന് പറഞ്ഞ ആളാണ് ആര്? റൂസോ. അത് ഏതിനകത്താണ് പറഞ്ഞത്? സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്ന പുസ്തകത്തിലാണ് പറഞ്ഞപ്പോൾ റൂസോയുടെ പുസ്തകമാണ് സോഷ്യൽ കോൺട്രാക്ട്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞതാണ് ഭരിക്കുന്നവനും ഭരിക്കപ്പെടുന്നവനും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം. ഭരിക്കുന്നവനും ഭരിക്കപ്പെടുന്നവനും തമ്മിലുള്ള സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന് റൂസോ അദ്ദേഹത്തിന്റെ പുസ്തകമായ സോഷ്യൽ കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. എടാ, ഇനി ഈ റൂസോയുടെ പുസ്തകം പഠിക്കാൻ നമുക്കൊരു കോഡുണ്ട് കേട്ടോ. ഡെസ്ക് എന്ന് പഠിച്ചാൽ മതി. DESC. ഡി എന്ന് പറയുമ്പോ എന്താണ്? ഡയലോഗ്സ്. ഡി എന്താണ്? ഡയലോഗ്സ്. എമിലി നമുക്ക് അറിയാം എന്താണ്? വിദ്യാഭ്യാസ ബന്ധപ്പെട്ട അദ്ദേഹം എഴുതിയ കൃതിയാണ് എമിലി. അപ്പൊ ഡെസ്ക്, മൊത്തത്തിൽ ഡെസ്ക് എന്നുള്ള കോഡ്, അതിൽ ഡി ഡയലോഗ്സ്, എമിലി, എസ് എന്താണ്? നമ്മളിപ്പോ പറഞ്ഞു സോഷ്യൽ കോൺട്രാക്ട്. സി എന്താണ്?
കുംഭസാരങ്ങളാണ്. അതിന്റെ ഇംഗ്ലീഷ് പറ, കൺഫെഷൻസ്. എന്താണ് കൺഫെഷൻസ്? കുംഭസാരങ്ങൾ. മലയാളത്തിലും ചോദിക്കാം കേട്ടോ, കൺഫെഷൻസ് ആണ്. അപ്പോൾ നമ്മുടെ റൂസോയുടെ കൃതികൾ പഠിക്കുക. ഒരു കോഡുണ്ട് ഡെസ്ക്, അതിൽ ഡി ഡയലോഗ്സ്, ഇ എമിലി, എസ് സോഷ്യൽ കോൺട്രാക്ട്, സി കൺഫെഷൻസ് അല്ലെങ്കിൽ എന്താണ് കുംഭസാരങ്ങൾ. ഓക്കെ അല്ലേ? ഈ സോഷ്യൽ കോൺട്രാക്റ്റിനെ അറിയപ്പെടുന്ന ഒരു പേരുണ്ട്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിൾ എന്നാണ് എന്തിനറിയപ്പെടുന്നത്? സോഷ്യൽ കോൺട്രാക്റ്റിനെ അറിയപ്പെടുന്നത്. എന്താണ്? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിൾ. അതുപോലെ നമുക്കറിയാം ഈ റിപ്പബ്ലിക് എന്ന് പറയുന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ച ഗ്രന്ഥമാണ് ഏത്? സോഷ്യൽ കോൺട്രാക്റ്റ്. റിപ്പബ്ലിക് എന്ന് പറയുന്ന ആശയത്തിനെ ആദ്യമായിട്ട് അവതരിപ്പിച്ച ഗ്രന്ഥമാണ് ഏത്? സോഷ്യൽ കോൺട്രാക്റ്റ്. ആധുനിക ജനാധിപത്യത്തിന്റെ സുവിശേഷം എന്നറിയപ്പെടുന്നതും എന്തിനെയാണ്? സോഷ്യൽ കോൺട്രാക്ട് ആണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിൾ പോലെ തന്നെ ആധുനിക എന്താണ് ജനാധിപത്യത്തിന്റെ സുവിശേഷം എന്നറിയപ്പെടുന്നതും ഏതിനെയാണ്? സോഷ്യൽ കോൺട്രാക്ട് ആണ്. ഇനി റൂസോയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച കൃതിയാണ് റൈറ്റ്സ് ഓഫ് മാൻ. തോമസ് പെയിൻ എഴുതിയ ഒരു പുസ്തകമാണ് ഏത്? റൈറ്റ്സ് ഓഫ് മാൻ. റൈറ്റ്സ് ഓഫ് മാൻ അതാണ് റൂസോയെ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്തിട്ടുള്ള സ്വാധീനിച്ചിട്ടുള്ള കൃതി. ഓക്കെ അല്ലേ? അപ്പൊ നമ്മള് ഫ്രഞ്ച് വിപ്ലവത്തിലെ ചിന്തകന്മാരിൽ ആദ്യത്തെ ആളെ പറഞ്ഞു. ആരാണ്? റൂസോ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്ന് പറഞ്ഞു. പിന്നെ പ്രകൃതിയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞു. ഫ്രഞ്ച് വിപ്ലവം ബന്ധപ്പെട്ട് നമ്മുടെ ഭരിക്കുന്നവനും ഭരിക്കപ്പെടുന്നവനും തമ്മിലുള്ള എന്താണ് സാമൂഹിക ഉടമ്പടിയുടെ ഒരു ഫലമാണ് ഭരണകൂടം എന്ന് പറഞ്ഞത് റൂസോയാണ്. അദ്ദേഹത്തിന്റെ സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്ന പുസ്തകത്തിലൂടെയാണ്. ഇതിനെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നു. പിന്നെ മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എല്ലായിടത്തും അവൻ ചങ്ങലക്കെട്ടിലാണെന്ന് പറഞ്ഞത് ആരാണ്? റൂസോ. അടുത്താണ് ആര്? വോൾട്ടയർ. ആരാണ്? വോൾട്ടയർ. ഇനി ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ ആരാണ്? റൂസോ. എന്നാൽ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? വോൾട്ടയർ. പ്രവാചകൻ റൂസോ, പിതാവ് വോൾട്ടയർ. പിതാവ് വോൾട്ടയർ. ആ വീലല്ലേ തുടങ്ങണം, അത് തന്നെ തുടങ്ങിക്കോ. പിതാവ് വോൾട്ടയർ. പിതാവ് വോൾട്ടയർ. ഇനി ഇദ്ദേഹത്തിന് ഒരു പേരുണ്ട്. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് വോൾട്ടയർ എന്നല്ല. ഫ്രാങ്കോ അന്റോണിയസ് എന്നല്ല. ഫ്രാങ്കോയിസ് മേരി അറൗട്ട്. ഫ്രാങ്കോയിസ് മേരി അറൗട്ട്. അപ്പൊ ആരാണ് ഫ്രാങ്കോയിസ് മേരി അറൗട്ട്? വോൾട്ടയർ ആണ് കേട്ടോ. വോൾട്ടയറിന്റെ യഥാർത്ഥ പേരാണ് എന്താണ്? ഫ്രാങ്കോയിസ് മേരി അറൗട്ട്. ഫ്രാങ്കോയിസ് മേരി അറൗട്ട്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവാണ് വോൾട്ടയർ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരാണ് ഫ്രാങ്കോയിസ് മേരി അറൗട്ട്. ഇനി അദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ് കാൻഡിഡേ. കാൻഡിഡേ, DE കാൻഡിഡേ എന്ന DA വരണം. കാൻഡിഡ അതാരുടേതാണ്? അത് GB ഷായുടെ പുസ്തകമാണ് കേട്ടോ. അപ്പൊ കാൻഡിഡേയും ഉണ്ട് കാൻഡിഡായും ഉണ്ട്. അപ്പൊ കാൻഡിഡേ DEയിലാണ് തുടങ്ങണമെങ്കിൽ അത് ആരുടേതാണ്? അതാണ് നമ്മുടെ വോൾട്ടയറിൻ്റെത്. ഇനി കാൻഡിഡായാണെങ്കിൽ GB ഷാ. കാൻഡിഡ ഷാ. കാൻഡിഡ GB ഷാ. ഇനി അദ്ദേഹത്തിന് ഫ്രഞ്ച് വിപ്ലവത്തിലുള്ള റോൾ എന്തായിരുന്നു? പുരോഹിതന്മാരുടെ ചൂഷണത്തെ എന്ത് ചെയ്തു? പരിഹസിച്ചു. പുരോഹിതന്മാരുടെ ചൂഷണത്തെ വോൾട്ടയർ എന്ത് ചെയ്തു? പരിഹസിച്ചു. അതുപോലെ 3 ആശയങ്ങൾ കൊണ്ടുവന്നു: യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം. എന്തൊക്കെയാണ്? യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവയെ പ്രോത്സാഹിപ്പിച്ച ആളാണ് ആര്? വോൾട്ടയർ. വോൾട്ടയർ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരാണ് ഫ്രാങ്കോയിസ് മേരി അറൗട്ട്. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് കാൻഡിഡേ. പിന്നെ പുരോഹിതന്മാരെ ഫ്രഞ്ച് വിപ്ലവം ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചു. പിന്നെ എന്താണ്? യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവയെ പ്രോത്സാഹിപ്പിച്ചു. റൂസോയും പറഞ്ഞു, വോൾട്ടയറും പറഞ്ഞു. ഇനി ആരാണ്? മൊണ്ടസ്ക്യൂവിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കൃതിയുണ്ട് കേട്ടോ, നിയമങ്ങളുടെ അന്തസത്ത. എന്താണ്? നിയമങ്ങളുടെ അന്തസത്ത. എന്താണ്? നിയമങ്ങളുടെ അന്തസത്ത. ഇനി അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ വിപ്ലവത്തിൽ പറയുകയാണെങ്കിൽ ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചു. എന്താണ്? ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചു. പിന്നെ ഗവൺമെന്റിനെ എങ്ങനെയൊക്കെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം ഇങ്ങനെ 3ആയി തിരിക്കണമെന്ന് വാദിച്ചതും ആരാണ്? മൊണ്ടസ്ക്യൂ ആണ്. അപ്പൊ മൊണ്ടസ്ക്യൂ ആണ് എന്ത് പറഞ്ഞത്? ഗവൺമെന്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം ഇങ്ങനെ 3ആയിട്ട് വിഭജിക്കണം. അപ്പൊ ഇത് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ എന്തിനാണ് സ്റ്റേറ്റ്മെന്റിനകത്ത്. ഇവരെ 3 പേരെയും കുറിച്ച് ഇതുപോലെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് 3 പേർ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞാലേ അതിന്റെ ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. കാരണം ഇവർ 3 പേരെ നമുക്കറിയാം, പക്ഷെ ഇവർ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പഠിച്ചാലേ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം വന്ന അതാരാണ്? വോൾട്ടയർ. ഇനി ഗവൺമെന്റിനെ എങ്ങനെയൊക്കെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം ഇങ്ങനെ തിരിക്കണമെന്ന് പറഞ്ഞ ആരാണ്? മൊണ്ടസ്ക്യൂ. ഓക്കെ അല്ലേ? കിട്ടിയല്ലോ. ഇനി നമുക്ക് പറയാനുള്ളത്, അപ്പോൾ നമ്മൾ മെയിനായിട്ടുള്ള 3 ആൾക്കാരെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പോവാം ഫ്രാൻസ് വിപ്ലവത്തിന്റെ ആ ഒരു പശ്ചാത്തലത്തിലോട്ടൊക്കെ പോവാം. ഫ്രാൻസിന്റെ ജനപ്രതിനിധി സഭയെ വിളിച്ചിരുന്ന പേരാണ് എന്ത്? എസ്റ്റേറ്റ് ജനറൽ. എന്താണ്? എസ്റ്റേറ്റ് ജനറൽ. ഫ്രാൻസിലുള്ള ജനപ്രതിനിധി സഭയെ വിളിച്ചിരുന്ന പേരാണ് എസ്റ്റേറ്റ് ജനറൽ.
നമുക്കറിയാം 1614 ശേഷം 1789 എന്ത് ചെയ്യുന്നത്, ഈ എസ്റ്റേറ്റ് ജനറൽ ആദ്യമായിട്ട് പിന്നീട് വിളിച്ചു ചേർക്കുന്നത്. അപ്പോൾ ആദ്യം അവസാനം 1614 വിളിച്ചു ചേർത്തത്. അതിനുശേഷം ഏകദേശം വർഷങ്ങൾക്ക് ശേഷം 100 വർഷത്തിന് ഇപ്പുറം 1789 എന്ത് ചെയ്യുന്നത്, എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർക്കുന്നത്. ഈ 789 എന്ന് പറയുമ്പോൾ ആരായിരിക്കും വിളിച്ചു ചേർക്കുന്നത്? വിപ്ലവ സമയമല്ലേ. അപ്പൊ ആരായിരിക്കും? ലൂയി 16 എന്ത് ചെയ്തത്, വിളിച്ചു ചേർക്കുന്നത്. ഇതിനെ വിളിച്ചു ചേർത്തത് വേറൊന്നിനും അല്ല, നികുതി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചു ചേർത്തത്. നികുതി വർദ്ധിപ്പിക്കും. ഒന്നാതെ അവിടുത്തെ ആൾക്കാർ മൊത്തം കഷ്ടത്തിലാണ്. പിന്നെ ഇത് വിളിച്ചു ചേർത്തത് എന്തിനാണ്? നികുതി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എന്താണ് ഈ ഫ്രഞ്ച് സമൂഹത്തിന്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 3 എസ്റ്റേറ്റ് ജനറൽ ഉണ്ടായിരുന്നത്. അങ്ങനെ എന്താണ് ഈ ഫ്രഞ്ച് സമൂഹത്തെ പോലെ തന്നെ ഈ എസ്റ്റേറ്റ് ജനറലിലും എത്ര ഇതുണ്ടായിരുന്നു? 3 വിഭാഗം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു ഫ്രഞ്ച് സമൂഹത്തെ എത്രയായിട്ട് തിരിച്ചിരുന്നു? 3 ആയിട്ട്. അതുപോലെ എന്താണ് ഈ നമ്മുടെ എസ്റ്റേറ്റ് ജനറലിനെ എത്രയായിട്ട് തിരിച്ചിരുന്നു? 3 ആയിട്ട് തിരിച്ചിരുന്നു. ഇനി ഈ വിളിച്ചു ചേർത്തിട്ട് ഇവർ എന്ത് പറഞ്ഞു? ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതിയെന്നും, അതായത് ഇവരിപ്പോൾ നമ്മൾക്ക് എല്ലാത്തിനും അറിയാം, ഒരു തീരുമാനം എടുക്കണമെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യണം? പാസ്സാക്കണം. അപ്പോൾ ഇവർ നികുതി വർദ്ധിപ്പിക്കാൻ വേണ്ടി വിളിച്ചു ചേർത്തു. എന്നിട്ട് പറഞ്ഞു ഓരോ എസ്റ്റേറ്റിനും എന്താണ്? ഓരോ വോട്ട് മതിയെന്ന് അവർ പറഞ്ഞു. എന്നിട്ട് എന്താണ് ഇങ്ങനെ പറയണ ആരായിരിക്കും? ഞാൻ പറഞ്ഞുതരാം. 1ാമത്തെ എസ്റ്റേറ്റിൽ 2ാമത്തെ എസ്റ്റേറ്റിൽ ഇവരുടെ ആൾക്കാരാണ്. അതിനകത്ത് എന്താണ് പ്രാതിനിധ്യം കുറവാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് ഏത് എസ്റ്റേറ്റിലാണ്? 3ാമത്തെ എസ്റ്റേറ്റിലാണ്. അപ്പോൾ ഓരോ വോട്ട് മതി എന്ന് പറയുന്നത് ആരൊക്കെ ആയിരിക്കും? 1ഉം 2ഉം എസ്റ്റേറ്റ്. കാരണം എന്താണ്, ഇവർ 2 വോട്ട് ഇവർക്ക് കിട്ടും, മറ്റേ വോട്ട് ഒറ്റയ്ക്ക് നിൽക്കും. അപ്പൊ ഇവരെ കാര്യം എന്ത് ചെയ്യും? സാധിക്കും. പക്ഷെ അല്ല, ഓരോ അംഗത്തിന് വോട്ട് കൊടുത്ത് ആര് ജയിക്കും? 3ാമത്തെ എസ്റ്റേറ്റ് ജയിക്കും. അപ്പൊ ഇവർ ഈ എന്താണ് ജനപ്രതിനിധി സഭ വിളിച്ചു ചേർത്തിട്ട് എന്താണ് പറഞ്ഞത്? ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതിയെന്ന് 1ഉം 2ഉം എസ്റ്റേറ്റുകാർ പറഞ്ഞു. എന്നാൽ 3ാമത്തെ എസ്റ്റേറ്റുകാർ എന്ത് പറഞ്ഞു? ഓരോ വ്യക്തിക്കും ഓരോ വോട്ട് വേണമെന്ന് ആര് പറഞ്ഞു? 3ാമത്തെ എസ്റ്റേറ്റ് പറഞ്ഞു. പക്ഷെ ഇതിന് അവർ അംഗീകരിച്ചോ? ഇല്ല. ഈ 3ാമത്തെ എസ്റ്റേറ്റിനെ ഹൗസ് ഓഫ് കോമൺ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഹൗസ് ഓഫ് കോമൺസ് എന്നാണ് എന്തിനറിയപ്പെടുന്നത്? 3ാമത്തെ, അതായത് സാധാരണക്കാരിൽ അതിനകത്തുള്ളത്, സാധാരണക്കാരായതുകൊണ്ട് അതിനെ ഹൗസ് ഓഫ് കോമൺസ് എന്നറിയപ്പെട്ടു. പക്ഷെ ഇവരുടെ ഈ വാദത്തെ 3ാമത്തെ എസ്റ്റേറ്റ് പറഞ്ഞത് ഓരോ വ്യക്തിക്ക് ഓരോ വോട്ട് ആണെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ട് അവർ സമ്മതിക്കൂല. അവരുടെ ഈ വാദത്തെ 1ഉം 2 എസ്റ്റേറ്റ് എന്ത് ചെയ്തു? എതിർത്തു. അങ്ങനെ എന്താണ് ഈ തർക്കം ഇങ്ങനെ തുടർന്ന് പോകുന്ന സമയത്ത് ഈ ഹൗസ് ഓഫ് കോമൺസ്, അതായത് ഈ 3ാമത്തെ എസ്റ്റേറ്റ് തങ്ങളാണ് ഫ്രാൻസിലെ എന്താണ് ദേശീയ അസംബ്ലി എന്ന് സ്വയമായിട്ട് എന്ത് ചെയ്തു? പ്രഖ്യാപിച്ചു. അപ്പോൾ എന്താണ് ഈ തർക്കം തുടരുന്നതിടെ തന്നെ ഹൗസ് ഓഫ് കോമൺസ് തങ്ങളാണെന്നും ദേശീയ അസംബ്ലി അവരാണെന്നും പറഞ്ഞിട്ട് ഇവർ എന്ത് ചെയ്തു? സ്വയമായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചു. ഇങ്ങനെ പ്രഖ്യാപിച്ചിട്ട് ഇവർ എന്ത് ചെയ്യുന്നറിയാമോ? അടുത്തുള്ളൊരു ടെന്നീസ് കോർട്ടിൽ ഒത്തുചേർന്നിട്ട് ഒരു ഭരണഘടന തയ്യാറാക്കി. എന്നിട്ട് ഈ ഭരണഘടന തയ്യാറാക്കിയിട്ട് മാത്രമേ പിരിയുള്ളെന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്തു? അവിടെ നിന്നൊരു പ്രതിജ്ഞ ചെയ്തു. അപ്പോൾ ഇവർ ഈ തർക്കം നിലനിന്നപ്പോഴത്തേക്കും ഇവരാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് സ്വയം പ്രഖ്യാപിച്ചിട്ട് അടുത്തുള്ളൊരു ടെന്നീസ് കോർട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, ഫ്രാൻസിന് വേണ്ടി ഒരു ഭരണഘടന തയ്യാറാക്കിയിട്ട് മാത്രമേ നമ്മൾ ഇനി ഇവിടുന്ന് എന്ത് ചെയ്യുള്ളൂ? പിരിയുള്ളൂ. അങ്ങനെ വന്ന സാധനമാണ് എന്ത്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. എന്നാണ്? 1789 ജൂൺ 20. ജൂൺ 20. 1789 ജൂൺ 20 എന്ത് നടക്കുന്നത്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടക്കുന്നത്. അപ്പൊ എന്താണ് സംഭവം എന്ന് മനസ്സിലായല്ലോ. അപ്പൊ അതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. എന്നാണ്? 1789 ജൂൺ 20. നമുക്കറിയാം എന്നാണ് ജൂലൈ 14 ദേശീയ ദിനം അല്ലേ. അപ്പൊ അതിന് മുന്നേ വിപ്ലവം തുടങ്ങണമല്ലോ. അപ്പോൾ ജൂൺ 20 ഇത് നമ്മൾ പറഞ്ഞില്ലേ 1, 2, 3 എസ്റ്റേറ്റുകാരുണ്ടെന്ന്. ഇവരിൽ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ 1ാമത്തെ എസ്റ്റേറ്റിൽ 285. എത്രയാണ്? 285. 2ാമത്തെ എസ്റ്റേറ്റിൽ 308. 2ാമത്തെ എസ്റ്റേറ്റിൽ 308. 3ാമത്തെ എസ്റ്റേറ്റിൽ 621. അപ്പോൾ 1ാമത്തെ എസ്റ്റേറ്റിൽ 285, 2ാമത്തെ എസ്റ്റേറ്റിൽ 308, 3ാമത്തെ എസ്റ്റേറ്റിൽ 621. അപ്പോഴേ 1ഉം 2ഉം കൂടെ കൂട്ടിയാൽ പോലും ഇവരുടെ അകത്ത് എത്തൂല. അതുകൊണ്ടാണ് ഇവർ എന്ത് ചെയ്തത്? അതിനെ എതിർത്തത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് പറയാനുള്ളത് ബാസ്റ്റൺ ജയിലിന്റെ പതനം. ചോദിച്ചിട്ടുണ്ട് ബാസ്റ്റൺ ജയിൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ ബാസ്റ്റൺ ജയിലിന്റെ പതനം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഏത് വിപ്ലവത്തിൽ നിന്ന് കിട്ടിയതാണ്? ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നാണ്. അപ്പോൾ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഈ ഒരു മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ എന്തെന്നറിയുമ്പോൾ ബൂർബൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ രാജവംശം. ഈ ബൂർബൺ രാജവംശയുടെ പ്രതീകമായിരുന്ന ബാസ്റ്റൺ ജയിൽ എന്ത് ചെയ്യുന്നു? തകർക്കുന്നു. അപ്പോൾ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഈ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് നമ്മുടെ ഈ 3ാമത്തെ എസ്റ്റേറ്റിലുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു? ഈ ബൂർബൺ അവിടെ ഫ്രഞ്ചിന്റെ ഒരു എന്താണ് പ്രധാനപ്പെട്ട രാജവാഴ്ചയുടെ പ്രതീകമായിരുന്നു ഈ ഒരു ബാസ്റ്റൺ ജയിൽ. ആ ബാസ്റ്റൺ ജയിലിനെ എന്ത് ചെയ്തു? തകർത്തു. ആ തകർത്തത് എന്നാണെന്ന് ചോദിച്ചാൽ 1789 ജൂലൈ 14. ഈ തകർക്കപ്പെട്ട ഡേറ്റ് ആണ് എന്ന് 1789 ജൂലൈ 14. അങ്ങനെ അതിനൊക്കെ ശേഷം ഓഗസ്റ്റ് 12 ദേശീയ ഓഗസ്റ്റ് 12
ഓഗസ്റ്റ് 12 ദേശീയ അസംബ്ലി എന്ത് ചെയ്യുന്നു? മനുഷ്യാവകാശ പ്രഖ്യാപനം തയ്യാറാക്കി. മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ത് തയ്യാറാക്കി? ഓഗസ്റ്റ് 12 ഓഗസ്റ്റ് 12 എന്ത് ചെയ്യുന്നു? മനുഷ്യാവകാശ പ്രഖ്യാപനം തയ്യാറാക്കുന്നു. 89 ഒക്ടോബറിൽ പാരീസ് ഒക്ടോബറായേ. അപ്പൊ നമ്മൾ ജൂണിൽ തുടങ്ങി. ജൂൺ 20 എന്ത് സംഭവിച്ചു? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ജൂലൈ 14 എന്ത് ചെയ്തു? ബാസൻ ജയിൽ തകർത്ത് അവരെന്ത് ചെയ്യുന്നു? പ്രഖ്യാപനം. ഇനി അത് ഓഗസ്റ്റ് 12 പ്രഖ്യാപനം എന്ത് ചെയ്ത്? എഴുതി തയ്യാറാക്കിയത്. ഇനി ഒക്ടോബർ ആയപ്പോൾ എന്ത് ചെയ്തു? പാരീസ് നഗരത്തിലുള്ള ആയിരക്കണക്കിന് സ്ത്രീകൾ എന്ത് ചെയ്തു? റൊട്ടിക്ക് വേണ്ടി എങ്ങോട്ട് പോയി? വേഴ്സായി കൊട്ടാരത്തിലോട്ട്. വേഴ്സായി കൊട്ടാരം എന്ന് പറഞ്ഞാൽ ഫ്രഞ്ചിന്റെ കൊട്ടാരമാണ് വേഴ്സായി കൊട്ടാരം. ആ വേഴ്സായി കൊട്ടാരത്തിലോട്ട് ഒരു പ്രകടനം നടത്തി. ഈ പ്രകടനം നടത്തിയ സമയത്താണ് നമ്മുടെ മേരി ആന്റോണിയറ്റ് എന്ത് പറഞ്ഞത്? നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ, കേക്ക് കഴിച്ചൂടെ എന്ന്. അങ്ങനെ 1792 സെപ്റ്റംബർ ആയി. ഈ സെപ്റ്റംബറിൽ പുതുതായി രൂപീകരിച്ച ഒരു ഭരണഘടന തയ്യാറാക്കുമെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഈ പുതുതായി രൂപീകരിച്ച ഒരു ഭരണഘടന അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ എന്ത് ചെയ്തു? ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക് ആയിട്ട് പ്രഖ്യാപിക്കും. എന്ന് 92 സെപ്റ്റംബറിലാണ്. എന്ന് തുടങ്ങിയതാണ്? 89 തുടങ്ങിയതാണ്. എന്നിട്ട് 92 സെപ്റ്റംബർ ആയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? പുതുതായിട്ട് തയ്യാറാക്കിയ ഒരു ഭരണഘടന അനുസരിച്ച് ഇവർ എന്ത് ചെയ്തു? റിപ്പബ്ലിക് ആയിട്ട് പ്രഖ്യാപിച്ചു. ഓക്കെ അല്ലേ? ഇതാണ് ആ ഒരു വിപ്ലവത്തിന്റെ ഒരു സാധനം. എല്ലാം മൊത്തത്തിൽ എങ്ങനെയൊക്കെയാണ് ഉണ്ടായത്? അവർ വിപ്ലവം പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇനി എന്താണ് ജാക്കോബിയൻ ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ? ജാക്കോബിയൻ ക്ലബ്ബ് അറിയാവോ? നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കുമ്പോഴത്തേക്കും കിട്ടും. അതായത് രാജവാഴ്ച ഇല്ലാതാക്കി ഒരു റിപ്പബ്ലിക്കൻ ഭരണത്തിന് വേണ്ടി നിലകൊണ്ടൊരു പ്രസ്ഥാനമാണ് ഏത്? ജാക്കോബിയൻ ക്ലബ്ബ്. ഇനി രാജവാഴ്ചയൊന്നും വേണ്ട, ഇനി എന്ത് മതി? റിപ്പബ്ലിക്കൻ ഭരണം മതി. അപ്പോൾ രാജവാഴ്ച ഇല്ലാതാക്കിക്കൊണ്ട് ഒരു റിപ്പബ്ലിക്കൻ ഭരണത്തിന് വേണ്ടി നിലകൊണ്ട ഒരു പ്രസ്ഥാനമായിരുന്നു ഏത്? ജാക്കോബിയൻ ക്ലബ്ബ്. ആരാണ് ഇതിന്റെ സ്ഥാപകൻ എന്നറിയാമോ? റോബിസ്പിയർ ആണ് കേട്ടോ. ആരാണ്? റോബിസ്പിയർ. ജാക്കോബിയൻ ക്ലബ്ബ് സ്ഥാപിച്ചത് ആരാണ്? റോബിസ്പിയർ ആണ്. ആരാണ്? റോബിസ്പിയർ. 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 ഇനി എന്താണ് ഭീകരവാഴ്ച എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1793 വിപ്ലവത്തിനൊക്കെ ശേഷം 1793 ജൂലൈ മുതൽ 94 ജൂലൈ വരെ, അതായത് ഒരു വർഷക്കാലം കേട്ടോ. അപ്പോൾ ഈ 1793 ജൂലൈ മുതൽ ഫ്രാൻസിന്റെ ആഭ്യന്തര കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി റോബിസ്പിയറിന്റെ നേതൃത്വത്തിൽ ഒരു പൊതു സുരക്ഷാ കമ്മിറ്റി എന്ത് ചെയ്തു? രൂപീകരിച്ചു. ഈ പൊതു സുരക്ഷാ കമ്മിറ്റിയിൽ മിറാബോ, ടാൻഡൻ ഇവരൊക്കെ എന്തായിരുന്നു? അംഗങ്ങളായിരുന്നു. ഇവരെന്ത് ചെയ്യുന്നറിയാമോ? ശത്രുക്കളെ എല്ലാരെയും ഗില്ലറ്റിൻ എന്ന് പറയുന്ന ഒരു ആയുധം വെച്ച് എന്ത് ചെയ്തു? കൊന്നളഞ്ഞു. ഈ ഇതിൽ തന്നെ എന്ത് ചെയ്തു? ആര് മരിച്ചു? ഭാര്യയെ എന്ത് ചെയ്യുന്നു? ഗില്ലറ്റിനില് മരിക്കും. നമ്മുടെ ലാവോസിയ മരിക്കുന്ന ഏത് വിപ്ലവത്തിലാണ്? ഫ്രഞ്ച് വിപ്ലവത്തിലാണ് കേട്ടോ. അങ്ങനെ എന്ത് ചെയ്യുന്നറിയാമോ? ഈ 1793 ജൂലൈയിൽ തുടങ്ങിയ ഈ ഒരു ഇത് തുടങ്ങി 94 വരെ നിലകൊണ്ടു. 94 ജൂലൈ വരെ ഇതിങ്ങനെ നീണ്ടു നിന്നു. ഒരു വർഷക്കാലം നീണ്ടു നിന്ന ഈ ഒരു പശ്ചാത്തലത്തിനെയാണ് എന്തെന്ന് അറിയപ്പെടുന്നത്? ഭീകരവാഴ്ച എന്നറിയപ്പെടുന്നത്. അത് ഗില്ലറ്റിൻ വെച്ച് എന്ത് ചെയ്തു? ആൾക്കാരെല്ലാവരും എന്ത് ചെയ്തു? കൊന്നു കളഞ്ഞു. അതിനെയാണ് ഭീകരവാഴ്ച എന്നറിയപ്പെടുന്നത്. ഇനി റോബിസ്പിയറിനെ എന്ത് ചെയ്യുന്നു? പിന്നീട് കൊല്ലും. റോബിസ്പിയർ അല്ലേ ഈ ജാക്കോബിയൻ ക്ലബ്ബ് രൂപീകരിച്ചത്? ഇതിങ്ങളുടെ നേതൃത്വത്തിലാണ് എന്ത് ചെയ്യുന്നത്? പിന്നീട് ഇതെല്ലാം നടക്കുന്നത്. പിന്നീട് ഈ റോബിസ്പിയറിനെ ആര് കൊല്ലും? ജനങ്ങളെല്ലാവരും കൂടി കൊല്ലും. അത് 94 ജൂലൈ 28. 94 ജൂലൈ വരെ തന്നെ ഈ ഭീകരവാഴ്ച നിലനിന്നിരുന്നു. 94 ജൂലൈ 28 ജൂലൈ 28 ആയപ്പോൾ 1794 ജൂലൈ 28 ആയപ്പോഴത്തേക്ക് ആരെയും കൊല്ലും? റോബിസ്പിയറിനെയും കൊല്ലും. ഇനി ഫ്രഞ്ച് വിപ്ലവം അത് കിട്ടിയല്ലോ അല്ലേ? ഇനി ഫ്രഞ്ച് വിപ്ലവം എങ്ങനെയൊക്കെയാണ് സ്വാധീനം ചെലുത്തിയെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ്? ജനകീയ പരമാധികാരം മനുഷ്യരാശിക്ക് സംഭാവന ചെയ്ത വിപ്ലവമാണ് ഏത്? ഫ്രഞ്ച് വിപ്ലവം. എന്താണ്? ജനകീയ പരമാധികാരം. ജനങ്ങൾക്കാണ് പരമാധികാരം എന്നുള്ള ഒരു ആശയം നമ്മുടെ എന്താണ് ലോകത്തിന് സമ്മാനിച്ച വിപ്ലവമായിരുന്നു ഏത്? ഫ്രഞ്ച് വിപ്ലവം. പിന്നെ മെയിനായിട്ടുള്ള ഒരു 3 കാര്യങ്ങൾ: സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഏത് വിപ്ലവത്തിൽ നിന്ന് കിട്ടിയതാണ്? ഫ്രഞ്ച് വിപ്ലവം. ദേശീയത വളരാൻ തുടങ്ങിയതും ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഫലമായിട്ടാണ്. മധ്യവർഗത്തിനൊരു ഉയർച്ച ഉണ്ടായതും ഏതാണ്? ഫ്രഞ്ച് വിപ്ലവമാണ്. ഫ്യൂഡലിസം എന്ത് ചെയ്യുന്നു? തകരുന്നു. ഫ്യൂഡലിസം തകരുന്നു, മധ്യവർഗം ഉയരുന്നു. പിന്നെ രാജ്യം എന്നൊരു പ്രദേശമല്ല, അതെന്താണ്? ജനങ്ങളാണ്. രാജ്യം എന്നാൽ ഒരു പ്രദേശമല്ല, രാജ്യത്തെ ജനങ്ങളാണ്. ഈ ആശയങ്ങളെല്ലാം മനുഷ്യരാശിക്ക് അല്ലെങ്കിൽ ലോകത്തേക്ക് കിട്ടിയത് ഏത് വിപ്ലവത്തിൽ എന്നാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഫ്രഞ്ച് വിപ്ലവം. ഇനി നമുക്ക് ഫ്രഞ്ച് വിപ്ലവം പറയുമ്പോൾ പറയാതെ പോകാൻ പറ്റാത്ത ഒരാളാണ് ആര്? നെപ്പോളിയൻ. ആരാണ്? നെപ്പോളിയൻ. നെപ്പോളിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ നെപ്പോളിയനെ ഈ ഫ്രഞ്ച് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശുവാണ് ആര്? നെപ്പോളിയൻ. നെപ്പോളിയൻ. ലിറ്റിൽ കോർപ്പറൽ എന്നറിയപ്പെടുന്ന ആരെയാണ്?
നെപ്പോളിയൻ ആണ് കേട്ടോ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശുവാണ് നെപ്പോളിയൻ. ലിറ്റിൽ കോർപ്പറൽ എന്നറിയപ്പെടുന്ന ആരെയാണ്? നെപ്പോളിയൻ ആണ്. മാൻ ഓഫ് ഡെസ്റ്റിനി എന്നറിയപ്പെടുന്ന ആരെയാണ്? നെപ്പോളിയൻ. മാൻ ഓഫ് ഡെസ്റ്റിനിയുടെ ഇപ്പോഴത്തെ ചോദിച്ചിട്ട് ലൂയി 14, 15, 16 നെപ്പോളിയൻ 4 ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ മാൻ ഓഫ് ഡെസ്റ്റിനി ആരാണ്? നെപ്പോളിയൻ. ലിറ്റിൽ കോർപ്പറൽ ആരാണ്? നെപ്പോളിയൻ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു ആരാണ്? നെപ്പോളിയൻ. ഞാനാണ് വിപ്ലവം പറഞ്ഞത് ആരാണ്? ഞാനാണ് രാഷ്ട്രം പറഞ്ഞ ആരാണ്? ഞാനാണ് രാഷ്ട്രം ലൂയി 14 ഞാനാണ് വിപ്ലവം നെപ്പോളിയൻ. ഞാനാണ് വിപ്ലവം നെപ്പോളിയൻ. അതാരാണ്? എനിക്ക് ശേഷം പ്രളയം 15. ഇനി പ്രകൃതിയിലേക്ക് മടങ്ങാൻ പറഞ്ഞ ആര്? റൂസോ. പ്രകൃതിയിലേക്ക് മടങ്ങാൻ പറഞ്ഞ ആരാണ്? റൂസോ. ഇനി നെപ്പോളിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1769 ഓഗസ്റ്റ് 15 നമ്മളെ സ്വാതന്ത്ര്യദിനത്തിൽ എന്നാണ് ജനിച്ചത് കേട്ടോ. ഓഗസ്റ്റ് 15 1769 ഓഗസ്റ്റ് 15 ആര് ജനിക്കുന്നത്? നെപ്പോളിയൻ ജനിക്കുന്നത്. ഇനി എവിടെ? കോഴ്സിക്ക എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ജനിച്ചത്. എവിടെയാണ്? കോഴ്സിക്കയിലാണ് ജനിച്ചത്. 1799 ആയപ്പോഴത്തേക്കും 69 ജനിച്ചു, 79 30ാമത്തെ വയസ്സ് കേട്ടോ. 99 ആയപ്പോഴത്തേക്കും ഫ്രാൻസിന്റെ അധികാരം എന്ത് ചെയ്തു? പിടിച്ചെടുത്തു. ഫ്രാൻസിന്റെ ജനിച്ചാൽ പിന്നെ മരിക്കണമല്ലോ അല്ലേ? ഇപ്പൊ 99 ആയപ്പോ എന്ത് ചെയ്തു? മരിക്കും. ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുത്തു. 1804 ആയപ്പോഴത്തേക്കും എന്ത് ചെയ്തു? രാജാവായി, അല്ലെങ്കിൽ അവരുടെ ഫ്രാൻസിന്റെ ചക്രവർത്തിയായി. അപ്പൊ 69 ജനിച്ചു, 99 ഫ്രാൻസിന്റെ എന്ത് ചെയ്യുന്നു? അധികാരം പിടിച്ചെടുക്കുന്നു. 84 ആയപ്പോഴത്തേക്കും അവിടുത്തെ രാജാവായി. ഇനി 812 ആയപ്പോഴത്തേക്കും എന്ത് ചെയ്തു? റഷ്യ എന്ത് ചെയ്തു? ഇങ്ങനെ പരാജയപ്പെടുത്തുന്നു. നെപ്പോളിയനെ റഷ്യ എന്ത് ചെയ്യുന്നു? പരാജയപ്പെടുത്തുന്നു. എങ്ങോട്ട് നാട് കടത്തും? എൽബയിലോട്ട് നാട് കടത്തും. അപ്പൊ എൽബയിലോട്ട് 812 എന്ത് ചെയ്യുന്നു? നാട് കടത്തും. പിന്നെ 1815 ഒരു യുദ്ധം ഉണ്ട്. ഏത് യുദ്ധം? വാട്ടർലൂ യുദ്ധം. അപ്പൊ എന്ത് ചെയ്തു? വാട്ടർലൂ യുദ്ധത്തില് ആർതർ വെല്ലസ്ലി എന്ത് ചെയ്യുന്നു? പരാജയപ്പെടുത്തുന്നു. പിന്നെ എങ്ങോട്ട് നാട് കടത്തുന്നു? സെന്റ് ഗലേനയിലോട്ട് നാട് കടത്തും. അപ്പൊ 1812 റഷ്യ പരാജയപ്പെടുത്തി. എങ്ങോട്ട് പോകും? എൽബയിലോട്ട് പോകും. ഇനി 15 വാട്ടർലൂ യുദ്ധത്തില് ആർതർ വെല്ലസ്ലി പരാജയപ്പെടുത്തി. എങ്ങോട്ട് പോകും? സെന്റ് ഗലേനയിലോട്ട് പോകും. 821 മെയ് 5 മരിച്ചു. 1821 മെയ് 5 മരിക്കും. അപ്പൊ 1769 ഓഗസ്റ്റ് 15 ജനിച്ചു. 1799 ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുത്തു. 1804 ഫ്രാൻസിന്റെ രാജാവ് അല്ലെങ്കിൽ ചക്രവർത്തിയായി. 1812 റഷ്യ തോപ്പിക്കുന്നു, എൽബയിലോട്ട് നാട് കടത്തുന്നു. 1815 വാട്ടർലൂ യുദ്ധത്തില് ആർതർ വെല്ലസ്ലി പരാജയപ്പെടുത്തുന്നു, സെന്റ് ഗലേനയിലോട്ട് പോകുന്നു. 1821 മെയ് 5 ആയപ്പോഴത്തേക്കും മരിച്ചു. ഇദ്ദേഹത്തിന് ഒരു കുതിരയുണ്ട്. എന്താണ് അതിന്റെ പേര്? മാരംഗോ. എന്താണ്? മാരംഗോ. അദ്ദേഹത്തിന്റെ കുതിരയാണ് മാരംഗോ. വെല്ലസ്ലിക്ക് ഒരു കുതിരയുണ്ട്. അത് ഏതാണ്? ആർതർ വെല്ലസ്ലിയുടെ കോപ്പൻഹേഗൻ. ഏതാണ്? കോപ്പൻഹേഗൻ. അപ്പോ നമ്മുടെ നെപ്പോളിയന്റെ കുതിര മാരംഗോയും ആർതർ വെല്ലസ്ലിയുടെ കുതിരയാണ് ഏത്? കോപ്പൻഹേഗൻ. കോപ്പൻഹേഗൻ രണ്ടും കൂടെ മിക്സ് ചെയ്താ കോപ്പൻഹേഗൻ. കോപ്പൻഹേഗൻ. എവിടെയാണ് ശവകുടീരം? പാരീസിലെ ഇൽവാലിഡ്സ് പാരീസിലെ ഇൽവാഡ്സിലാണ് എന്ത്? ശവകുടീരം. ഇനി അദ്ദേഹം പറഞ്ഞ കുറച്ച് ഡയലോഗ്സ് ഉണ്ട്. നത്തിങ് ഈസ് ഇമ്പോസിബിൾ. നത്തിങ് ഈസ് ഇമ്പോസിബിൾ. 100 ബയണറ്റുകളേക്കാൾ ശക്തിയുള്ളതാണ് ഒരു പത്രം. 100 ബയണറ്റുകളേക്കാൾ ശക്തിയുള്ളതാണ് ഒരു പത്രം. എനിക്ക് നല്ല അമ്മമാരെ തരൂ, ഞാൻ നിങ്ങൾക്ക് നല്ല രാഷ്ട്രം തരാം. എനിക്ക് നല്ല അമ്മമാരെ തരൂ, ഞാൻ നിങ്ങൾക്ക് നല്ല രാഷ്ട്രം തരാം. ഇനി അദ്ദേഹം കൊണ്ടുവന്ന പരിഷ്കാരങ്ങളെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ എന്താണ്? കർഷകരെ എന്ത് ചെയ്തു? കൃഷിഭൂമിയുടെ ഉടമകളാക്കി മാറ്റി. പൊതുകട ഇല്ലാതാക്കാൻ വേണ്ടി ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. പൊതുകട ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സിങ്കിങ് ഫണ്ട് രൂപീകരിച്ചു. പൊതുകടം ഇല്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് രൂപീകരിച്ചു. പിന്നെ റോഡുകൾ, പാലങ്ങൾ ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? പണിതിട്ടുണ്ട്. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ബാങ്ക് ഓഫ് ഫ്രാൻസ് രൂപീകരിച്ച ആരാണ്? നെപ്പോളിയൻ ആണ്. ബാങ്ക് ഓഫ് ഫ്രാൻസ് രൂപീകരിച്ച ആരാണ്? നെപ്പോളിയൻ. പൊതുകട ഇല്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് രൂപീകരിച്ച ആരാണ്? നെപ്പോളിയൻ ആണ്. നെപ്പോളിയൻ. ഇനി നമ്മുടെ ഈ ഫ്രഞ്ച് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട് ടിപ്പു സുൽത്താനെ കുറിച്ച് എന്ത് പറയാം? ടിപ്പു സുൽത്താൻ എന്തെങ്കിലുമൊക്കെ പറയാല്ലേ? അപ്പൊ നോക്കിയോ, ടിപ്പു സുൽത്താൻ ആരുടെ? മൈസൂർ കടുവയാണ് ആര്? ടിപ്പു സുൽത്താൻ. മൈസൂർ കടുവയല്ലേ ടിപ്പു സുൽത്താൻ. ഓക്കെ. അപ്പോ ഷേർ ഇ മൈസൂർ എന്നറിയപ്പെടുന്ന ആരെയാണ്? ടിപ്പു സുൽത്താനാണ്. ഷേർ ഇ മൈസൂർ ആരാണ്? ടിപ്പു സുൽത്താനാണ്. അപ്പോ ഇന്ത്യയിൽ ആദ്യമായിട്ട് റോക്കറ്റ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചത് ആരാണ്? ടിപ്പു സുൽത്താനാണ് കേട്ടോ. അപ്പോ മൈസൂർ കടുവയാണ്. ഷേർ ഇ അസമാണ്. പിന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്താണ്? റോക്കറ്റ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചത് ആരാണ്? ടിപ്പു സുൽത്താനാണ്. ഇനി ഇവിടെ എന്താണ് ടിപ്പു സുൽത്താന്റെ ആസ്ഥാനം എവിടെയാണ്? ശ്രീരംഗം. നമ്മളവിടെയാ? എവിടെയാണ്? നമ്മളവിടെ തന്നെ. ഇന്ത്യ. ശരിയാണ്.
കുന്നത്ത് പോലെ തോട്ടിൽ തന്നെ വീടിൻ്റെ അടുത്ത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടിപ്പു സുൽത്താൻ്റെ ആസ്ഥാനമാണ് എവിടെ? ശ്രീരംഗപട്ടണം. ടിപ്പുവിൻ്റെ മലബാറിലെ ആസ്ഥാനം എവിടെയാണ്? ഫറൂഖാബാദ്. മലബാറിലെ ആസ്ഥാനം എവിടെയാണ്? ഫറൂഖാബാദ്. 4-ാം മൈസൂർ യുദ്ധത്തിൽ എന്ത് ചെയ്യുന്നു? മരിക്കും. ഇനി നമ്മൾ ഇവിടെ എന്തിനാണ് പറഞ്ഞത്? ജാക്കോബിയൻ ക്ലബ് എന്തായിരുന്നു? ജാക്കോബിയൻ ക്ലബ്ബ് ആര് രൂപീകരിച്ച്? റോബിസ്പിയർ. രാജവാഴ്ച ഇല്ലാതാക്കി റിപ്പബ്ലിക് ഭരണം കൊണ്ടുവരാൻ വേണ്ടിയാണ് ജാക്കോബിയൻ ക്ലബ്ബ്. ഈ ജാക്കോബിയൻ ക്ലബില് അംഗമായിട്ടുള്ള ഇന്ത്യക്കാരനായിരുന്നു ആര്? ടിപ്പു സുൽത്താൻ. അതുകൊണ്ടാണ് നമ്മളിവിടെ ആരെ പറഞ്ഞത്? ടിപ്പു സുൽത്താനെ പറഞ്ഞത്. അപ്പോൾ എന്താണ്? ജാക്കോബിയൻ ക്ലബിൽ അംഗമായിരുന്നു. പിന്നെ ഇതിന്റെ ഈ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഇതായിട്ട് എന്ത് ചെയ്തു? ശ്രീരംഗപട്ടണത്തിന് സ്വാതന്ത്ര്യത്തിന്റെ ഒരു വൃക്ഷം എന്ത് ചെയ്തു? നട്ടു. ആര്? ടിപ്പു. അപ്പോൾ ജാക്കോബിയൻ ക്ലബിൽ അംഗമായിരുന്ന ഇന്ത്യക്കാരനാണ് ടിപ്പു സുൽത്താൻ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിന്റെ ഒരു വൃക്ഷം നട്ടിട്ടുണ്ട്. ഇനി ഫ്രഞ്ച് വിപ്ലവത്തിന്റെ 100-ാം വാർഷികം എന്നായിരിക്കും? 1789 വിപ്ലവം. 1889 ഈ സമയത്ത് നിലവിൽ വന്ന ഒരു സ്മാരകമാണ് ഏത്? ഈഫൽ ടവർ. ഈഫൽ ടവറിന്റെ ശില്പി ആരാണ്? ഗുസ്താവ് ഈഫൽ. ആരാണ്? ഗുസ്താവ് ഈഫൽ. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ 100-ാം വാർഷികത്തിൽ നിലവിൽ വന്നൊരു സ്മാരകമാണ് ഈഫൽ ടവർ. 1889 ഇത് രൂപീകരിച്ച ആരാണ്? ഗുസ്താവ് ഈഫൽ. അപ്പോൾ നമ്മൾ ഫ്രഞ്ച് വിപ്ലവം കഴിഞ്ഞു. നമ്മൾ എല്ലാ പോയിന്റും പറഞ്ഞിട്ടുണ്ട്. ആൾക്കാരെ കുറിച്ചും അവരുമായിട്ട് ബന്ധപ്പെട്ടതും എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അടുത്തത് ലാറ്റിൻ അമേരിക്ക, റഷ്യ, ചൈന. ഇത് 3 കൂടി ഉണ്ട്. പിന്നെ 1-ാം ലോക മഹായുദ്ധം, ഐക്യരാഷ്ട്ര സംഘടന. അത് നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഓരോരോ ക്ലാസ്സിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം? എല്ലാം അങ്ങ് തീർക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ വേൾഡ് ഹിസ്റ്ററി തീരും. ഓക്കെ.